ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥുല മിസ്സാണ്. നമ്മുടെ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന ചാപ്റ്ററിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ഒരു വീഡിയോ ആണ് മിസ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സിന്റെ സെപ്പറേഷൻ ടെക്നിക്സിന്റെ വീഡിയോ ചെയ്യോ എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഹെട്രോജീനസ് മിക്സ്ചേഴ്സിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒന്ന് ഓർത്ത് വെക്കാം, മിക്സ്ചേഴ്സ് എടുത്താൽ നമ്മൾ രണ്ട് രീതിയിൽ അവരെ ക്ലാസിഫൈ ചെയ്യും. ഹോമോജീനസ് മിക്സ്ചറും ഉണ്ട്, ഹെട്രോജീനസ് മിക്സ്ചറും ഉണ്ട്. ഹെട്രോജീനസ് മിക്സ്ചേഴ്സിന്റെ പ്രത്യേകത എന്താ? അതിലെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇഫ് കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് പാർട്ടിക്കിൾസ് വിൽ സെറ്റിൽ ഡൗൺ. നമ്മൾ ഇങ്ങനെ അനക്കാണ്ട് വെച്ചാല് അതിലെ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹോമോജീനിയസ് മിക്സറിനെക്കാട്ടിലും ഈസി ആയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ അതേപോലെ ഇവരെ ടിൻഡൽ എഫക്റ്റ് കാണിക്കും. ഇതൊക്കെ നമ്മുടെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിലെ ഓരോ കമ്പോണൻസിനെയായിട്ട് നമ്മൾ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുക നമുക്ക് നോക്കിയാലോ. അപ്പൊ അതിന് പ്രധാനമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് മക്കളെ, രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക. ഇമ്മിസിബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? പരസ്പരം മിക്സ് ആകാത്ത സൊല്യൂഷൻസ്. ടു രണ്ടുപേര് ഇമ്മിസിബിൾ ആണ് അല്ലെ എന്ന് പറഞ്ഞ് രണ്ടുപേരും മിക്സ് ആവത്തേയില്ല. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരാളാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. ചെറിയൊരു ഡിവൈസ് ആണ് അല്ലെ. അപ്പോ രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവര് ഇമ്മിസിബിൾ ആയാൽ മാത്രം പോരാ കേട്ടോ, ഇവിടെ വേറൊരു കണ്ടീഷൻസ് കൂടിയുണ്ട്. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവര് വെറും ഇമ്മിസിബിൾ ആയാൽ മാത്രം പോരാ, മറ്റൊരു കണ്ടീഷൻ ഉണ്ട്. there should be a difference in their density. ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകണം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഡെൻസിറ്റി കൂടിയ ആള് താഴെ വരും, കുറഞ്ഞ ആള് മുകളിലായിരിക്കും. നമ്മളൊരു കല്ലെടുത്ത് വെള്ളത്തിൽ ഇട്ടാല് കല്ലിന് ഡെൻസിറ്റി കുറവാ, കല്ല് താഴേക്ക് പോകും. കല്ലിന് ഡെൻസിറ്റി കൂടുതലാ, കല്ല് താഴേക്ക് പോകും. വെള്ളത്തിന് ഡെൻസിറ്റി കുറവാ, വെള്ളം മുകളിൽ പൊങ്ങിക്കിടക്കും. സിമിലർലി അപ്പോ രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആയിരിക്കണം, അവിടെ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് വരണം. ഈ രണ്ട് കണ്ടീഷൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, when water falls into a container that has oil, the oil and water form separate layers. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണ്. വാട്ടറും ഓയിലും തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവര് രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലേയേഴ്സ് ആവും. ഓയിൽ വാട്ടറിൽ ഡിസോൾവ് ആകുമോ? ഒരിക്കലും ഇല്ല. ഇവര് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്, ഇവര് പരസ്പരം മിക്സ് ആകാത്ത ആൾക്കാരാണ്. ഇവര് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലേയേഴ്സ് ആയിട്ട് മാറും. ഇതിൽ തന്നെ ഡെൻസിറ്റി കൂടിയ വാട്ടർ താഴേക്ക് വരും, ഡെൻസിറ്റി കുറഞ്ഞ ഓയിൽ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. ദേ ഡു നോട്ട് മിക്സ് ആൻഡ് ആർ കോൾഡ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്. നോക്കിയേ, അതപ്പോ എന്താ സംഭവിക്കുക? ഓയില് മുകളിലായിരിക്കും, വാട്ടർ താഴെ ആയിരിക്കും. അങ്ങനെ ഒരു ഡിവൈസ് എടുക്കുമ്പോൾ ഇങ്ങനെ താഴെയായിട്ട്, കണ്ടോ ഈ ഒരു ഡയഗ്രം എന്റെ കുട്ടികളെ നോക്കിക്കേ, താഴെയായിട്ട് നമ്മുടെ വാട്ടർ വരും, മുകളിലായിട്ട് ഓയിൽ വരും. അപ്പൊ ഈ ഒരു നോബ് ഉപയോഗിച്ച് ആദ്യം വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യുക, പിന്നെ ഓയിലിനെ സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ ഇമ്മിസിബിൾ ആയിട്ടുള്ള ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉള്ള ആളെ, ഓയിൽ ആൻഡ് വാട്ടറിനെ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാം. സിമിലർലി നമുക്ക് വേറെ ഏതൊക്കെ എക്സാമ്പിൾ പറയാനായിട്ട് സാധിക്കും? ഒന്ന് ആലോചിച്ച് വെക്കണേ. അപ്പോൾ two immiscible liquids can be separated using separating funnel. The density of one liquid must be higher than that of the another. ഒരാളുടെ ഡെൻസിറ്റി കൂടുതലായിരിക്കണം, മറ്റേ കുറവായിരിക്കണം. കൂടിയ ആള് താഴെ വരും, കുറഞ്ഞ ആള് മുകളിൽ വരും. അങ്ങനെ നമുക്ക് ആ ഡിവൈസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാം. എക്സാമ്പിൾ ആണ് ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്ത ടെക്നിക്ക് ഏതാ? സബ്ലിമേഷൻ. എന്താ മക്കളെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ക്യാംഫർ, കർപ്പൂരം യൂസ് ചെയ്യുന്നവരാണ്, ഇൻസെൻസ് സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്, നാഫ്തലിൻ, പറ്റ ഗുളിക യൂസ് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ കർപ്പൂരത്തെ ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ ക്യാംഫർ എന്ന് പറയുന്ന ആളെ ഹീറ്റ് ചെയ്യുമ്പോൾ നേരെ വേപ്പേഴ്സ് ആയിട്ട് മാറും, ക്യാംഫറിന്റെ വേപ്പേഴ്സ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഒരു സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അയാൾ ഡയറക്ട്ലി
ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ, സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാം. ദേ ഡു നോട്ട് അണ്ടർഗോ ദി ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ്സ് ആയിട്ട് മാറില്ല. സാധാരണ സോളിഡ് ലിക്വിഡ് ആയി പിന്നെയല്ലേ ഗ്യാസ് ആവുക. പക്ഷേ സബ്ലൈമബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഒരിക്കലും ലിക്വിഡ് സ്റ്റേറ്റ് പോവില്ല. ഇവർ നേരെ എന്ത് ചെയ്യും? ഗ്യാസ് ആയിട്ട് മാറും. ഈ ഗ്യാസ് തിരിച്ച് ഇതേപോലെ സോളിഡ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ ഡിപ്പോസിഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഡിപ്പോസിഷൻ എന്നും പറയാറുണ്ട്. അപ്പൊ സബ്ലിമേഷൻ എന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പൊ പറഞ്ഞ 1-2 ആൾക്കാരെ എഴുതാം. ക്യാംഫർ ഉണ്ട്, പിന്നെ നാഫ്തലീൻ അല്ലെ, നാഫ്തലീൻ ബോൾസ് ഉണ്ട്. പിന്നെ ഉള്ള ഒരാളാണ് മക്കളെ അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ്, അതേപോലെ തന്നെ അയോഡിൻ. ഇവരൊക്കെ സബ്ലിമേഷൻ, അതായത് ഇവരൊക്കെ ഹീറ്റ് ചെയ്ത് ഇവർ നേരെ ഗ്യാസ് ആയി പൊക്കോളും. അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ. സപ്പോസ് എൻ്റെ കുട്ടികൾ വിചാരിച്ചു നോക്കിക്കേ, നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ക്യാംഫർ മണ്ണിലേക്ക് വീണുപോയി. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അമോണിയം ക്ലോറൈഡ് എടുക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അമോണിയം ക്ലോറൈഡ് എന്താ സംഭവിച്ചത്? മണ്ണുമായിട്ട് മിക്സ് ആയിപ്പോയി, സാൻഡ് ആയിട്ട് മിക്സ് ആയിപ്പോയി. എ മിക്സർ ഓഫ് സാൻഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. നമ്മൾ അമോണിയം ക്ലോറൈഡിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അമോണിയം ക്ലോറൈഡ് ചെറിയ പൗഡർ പോലെ ഉണ്ടാവുക. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? നമുക്ക് ഹീറ്റ് ചെയ്യാം അല്ലെ. ഹീറ്റ് ചെയ്യുമ്പോൾ അമോണിയം ക്ലോറൈഡ് നേരെ വേപ്പർ ആയിട്ട് മാറും. ഈ വേപ്പറിനെ കളക്ട് ചെയ്ത് കണ്ടൻസ് ചെയ്താൽ, കൂൾ ഡൗൺ ചെയ്താൽ നമുക്ക് അമോണിയം ക്ലോറൈഡ് കിട്ടും. സാൻഡ് വേപ്പർ ആയിട്ട് മാറൂ? ഇല്ല. അപ്പോൾ സബ്ലൈമബിൾ ആയിട്ടുള്ള ആൾക്കാരെ നോൺ സബ്ലൈമബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സബ്ലിമേഷൻ എന്ന മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അടുത്തൊരു മെത്തേഡാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗേഷൻ ആണ്. നിങ്ങൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ലബോറട്ടറികളിലൊക്കെ നമ്മൾ ബ്ലഡ് കൊടുക്കാൻ പോകാറുണ്ട് അല്ലെ. ഈ ബ്ലഡ് കൊടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് എടുത്തതിന് ശേഷം ഇവർ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്യും. ഈ സെൻട്രിഫ്യൂജിന്റെ ഉള്ളിൽ നമ്മുടെ ബ്ലഡിനെ കൊണ്ടുവയ്ക്കും. ഇതെങ്ങനെ കറക്കും. കറക്കി ബ്ലഡിലെ അതിലെ കമ്പോണൻസിനെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. സോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ് സ്പിന്നിങ് എ മിക്സ്ചർ ഇൻ എ ട്യൂബ് അറ്റ് ഹൈ സ്പീഡ്. നമ്മൾ കൊടുക്കുന്ന മിക്സ്ചറിനെ ഒരു ട്യൂബിൽ എടുക്കുന്നു, എന്നിട്ട് ഹൈ സ്പീഡിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ വെക്കുന്ന ട്യൂബ് ഇങ്ങനെ ചരിഞ്ഞു വരും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ നേരെയാണ് ഇങ്ങനെ വെക്കുക, നമ്മളിങ്ങനെ വെർട്ടിക്കൽ ആയിട്ടാണ് വെക്കുക. പക്ഷെ അത് കുറച്ചു നേരം കഴിയുമ്പോൾ കറങ്ങി അത് ഹൊറിസോണ്ടൽ ആയിട്ട് മാറും. ഹൊറിസോണ്ടൽ ആയി മാറി കഴിയുമ്പോഴത്തേക്ക് എന്താ മക്കളെ സംഭവിക്കുക? ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിള് പുറത്തേക്ക് വരും, ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിളും സെപ്പറേറ്റ് ആവും. ഹെവിയർ പാർട്ടിക്കിളും ലൈറ്റർ പാർട്ടിക്കിൾസും തമ്മിൽ സെപ്പറേറ്റ് ആവും. അങ്ങനെ സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോൾ നമുക്ക് അത് ഒരു മിക്സറിൽ നിന്നും ഹെവിയുള്ള പാർട്ടിക്കിളെയും ലൈറ്റർ പാർട്ടിക്കിളെയും സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ മാസ് ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷനിൽ സെപ്പറേറ്റ് ചെയ്യുക അല്ലെ. മാസിലെ ഡിഫറൻസ് അല്ലെ, അതല്ലേ ഹെവിയർ പാർട്ടിക്കിൾ. മാസ് കൂടിയ ആൾക്കാരെയും മാസ് കുറഞ്ഞ ആൾക്കാരും ഇങ്ങനെ കറക്കി സെപ്പറേറ്റഡ് ആയിട്ട് എടുക്കും. അതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ് ഇൻ ലബോറട്ടറീസ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് ബ്ലഡ്. ബ്ലഡിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ മിൽക്കിൽ നിന്ന് ചീസ് ഒക്കെ ഉണ്ടാക്കി എടുക്കാറില്ലേ, ബട്ടറും ചീസൊക്കെ ഉണ്ടാക്കി എടുക്കാറില്ലേ കേർഡിൽ നിന്ന്, അതും സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടത് സെൻട്രിഫ്യൂഗേഷൻ ആണ്. അപ്പൊ ഇതുവരെ പഠിച്ചതൊന്ന് ഓർത്തെടുക്കാം. രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണെങ്കിൽ പരസ്പരം മിക്സ് ആവാത്ത ആൾക്കാരെ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. മാസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാസിന്റെ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും. സബ്ലിമബിൾ ആയിട്ടുള്ള ആൾക്കാരെ നോൺ സബ്ലിമബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സബ്ലിമേഷൻ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫൈൻ പാർട്ടിക്കിൾസ് ക്ലം ടുഗെദർ. അതാണ് വളരെ ഫൈൻ ആയിട്ടുള്ള വളരെ ചെറിയ പാർട്ടിക്കിൾസ് ഇങ്ങനെ കൂടി ചേർന്ന് ക്ലംപ് ആയിട്ട് മാറും. ക്ലംസ് കട്ട പോലെയാവും. അതിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഈ കൊയാഗുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരാളെ യൂസ് ചെയ്യും. അയാളാണ് കൊയാഗുലന്റ്. കൊയാഗുലേഷൻ നടത്താൻ യൂസ് ചെയ്യുന്ന ആളാണ് കൊയാഗുലന്റ്. ജനറലി നമ്മുടെ വീടുകളിൽ കിണറുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൊയാഗുലന്റ് ആണ് ആലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പൗഡേർഡ് ആലം അല്ലെങ്കിൽ ഫിറ്റ്കരി ക്യാൻ ബി ആഡഡ് ടു എ ബീക്കർ കണ്ടെയ്നിങ് മഡി വാട്ടർ. അപ്പൊ മഡി വാട്ടർ എടുത്ത് അതിലേക്ക് ആലം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ് കേട്ടോ. അപ്പൊ ആലം എന്താ ചെയ്യുക? കോസസ് ദ ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾ ടു ക്ലം ടുഗെദർ. കണ്ടോ, വളരെ ഫൈൻ ആയിട്ടുള്ള വളരെ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാവരും കൂടി ഇങ്ങനെ
clump together. They will clump together. അവരിങ്ങനെ അടുത്തടുത്ത് വരും. This process is called coagulation and alum is said to act as a coagulant. alum ഇവിടുത്തെ coagulant ആണ് അല്ലെ. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആകുമ്പോഴത്തേക്ക് സെഡിമെന്റ് ആവില്ല, സെറ്റിൽ ഡൗൺ ചെയ്യില്ല അല്ലെ. പക്ഷെ ഇങ്ങനെ കൊയാഗുലന്റ് ആഡ് ചെയ്ത് ഒരു വലിയ ക്ലംസ് ആയി മാറിക്കഴിയുമ്പോൾ സൈസ് കൂടിയില്ലേ. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇവരെന്ത് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യും. നമ്മളിങ്ങനെ അനക്കാണ്ട് വെച്ചാൽ ഇഫ് കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് അവരെന്താ സംഭവിക്കുക, ആ ലാർജർ ആയിട്ടുള്ള ക്ലംസ് വലിയ വലിയ കട്ടകള് നേരെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഈ സെഡിമെന്റേഷൻ കഴിഞ്ഞാലും നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ ലാസ്റ്റ് സെഡിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഫിൽട്രേഷൻ വഴി നമുക്ക് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്ത് ആഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡേർട്ടി വാട്ടറിനെ, മഡി വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് കൊയാഗുലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. വെൽസ്, കിണറുകളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ആലം ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്യാറുണ്ട്. കൊയാഗുലന്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ കൊയാഗുലേഷൻ നടക്കും. അതിനുള്ളിലുള്ള ഫൈൻ പാർട്ടിക്കിൾസ് എല്ലാം കൂടി ചേർന്ന് ഒരു വലിയ ക്ലംപ് ആയിട്ട് മാറും. കുറച്ചു നേരം കഴിയുമ്പോൾ ആ ക്ലംപ് സെറ്റിൽ ഡൗൺ ചെയ്യും. അതാണ് സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫിൽട്ടർ ചെയ്തെടുത്ത് പ്യൂരിഫൈഡ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആലം. കണ്ടോ എന്റെ കുട്ടികൾ, വളരെ വളരെ വിലക്കുറവാണ് കേട്ടോ ആലം യൂസ് ചെയ്യുന്നത്, ആലം മേടിക്കാനൊക്കെ. സോ ഇത്രയുമാണ് നമ്മുടെ ഹെട്രോജീനസ് മിക്സേഴ്സിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇതെല്ലാം എന്റെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് മിസ് വിശ്വസിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിന്റെ എന്താ പറയുക, സോൾ എന്ന് പറയുന്നത് ഈ ടോപ്പിക്കാണ്, സെപ്പറേഷൻ ടെക്നിക്സ് ആണ്. അത് കറക്റ്റായിട്ട് എന്റെ കുട്ടികൾ പഠിക്കുക. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് എന്റെ കയ്യില് മിക്സ്ചർ ഓഫ് കെറോസിൻ ആൻഡ് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെ കയ്യില് കുറച്ച് മണ്ണെണ്ണ, കെറോസിൻ വെള്ളത്തിൽ വീണുപോയി. ഞാൻ ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാ? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കിന്റെ വീഡിയോ ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.